എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറുകൾ സർവീസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പുതിയ പരമ്പര തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ഇൻവെർട്ടറുകൾ ഉണ്ടാക്കാൻ പഠിക്കുന്ന തുടക്കക്കാർക്കായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. എല്ലാവരെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാനായി താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിത് ചെയ്യുന്നത് 10 പാർട്ടുകളായിട്ടാണ്, അതായത് 10 എപ്പിസോഡുകളായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ സെക്ഷൻ തിരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ ബോർഡിനെ കുറിച്ചും ഇല്ലെങ്കിൽ ടെക്നോളജിയെ കുറിച്ചും ഒക്കെയാണ് വിശദീകരിക്കുന്നത്. പൊതുവെ ഒരു സൈൻ വേവ് ഇൻവെർട്ടറിലുള്ള ഒരു ഘടന തന്നെയാണ് എല്ലാത്തിലും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് മൈക്രോ കൺട്രോളറിന് പകരം മോഡ്യൂൾ ചിപ്പുകളൊക്കെയാണ് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനി ഇൻവെർട്ടറുകളിലും മോഡ്യൂൾ ചിപ്പുകളൊക്കെയാണ്. മൈക്രോ കൺട്രോളറിന് വളരെയധികം വിലയുള്ളതുകൊണ്ടാണ് ചിപ്പുകളിലോട്ടൊക്കെ മാറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് വളരെ കുറയുന്നു. പക്ഷേ അതിൻ്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾക്കൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മൈക്രോ കൺട്രോളറിൻ്റെ അത്രയും ലൈഫ് ഒന്നും അതിന് കിട്ടുന്നില്ല. അപ്പോൾ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്ന മൈക്രോ കൺട്രോളർ വെച്ചിട്ടുള്ള ബോർഡുകളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വീഡിയോ ഇൻട്രൊഡക്ഷൻ ആണ്. രണ്ടാമത്തത് വരുന്നത് HT സെക്ഷൻ. മൂന്നാമതായിട്ട് നമ്മളിവിടെ പറയുന്നത് പ്രോഗ്രാം സെക്ഷൻ ആണ്. പ്രോഗ്രാം സെക്ഷനിൽ തന്നെ 5 സബ് സെക്ഷനുകളുണ്ട്. ഒന്ന് മെയിൻ സെക്ഷൻ, 2 വാർണിംഗ് സെക്ഷൻ, LCD ബസർ, അതേപോലെ ഷോർട്ട് സർക്യൂട്ട്, അതേപോലെ കൂളിംഗ് ഫാൻ സെക്ഷൻ, പിന്നെ വരുന്നത് ഡ്രൈ സെക്ഷൻ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിൽട്ടർ സെക്ഷൻ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളായിട്ടാണ് നമ്മളിവിടെ ഓരോ എപ്പിസോഡും അവതരിപ്പിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ കുറച്ച് തിയറിറ്റിക്കലായിട്ടുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളിപ്പോൾ ഈ റിപ്പയറിംഗ് എപ്പിസോഡുകൾ തുടങ്ങുന്നത് കൊണ്ട് ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ കാണിച്ച ബോർഡുകളെല്ലാം മെഡിയുടെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് വന്നിരിക്കുന്നത് 2009 മോഡലിലാണ്. ഇപ്പോൾ ഒരു പഴയ മോഡലാണ്. ഇപ്പോഴത്തെ മോഡലിൽ കുറേ മാറ്റം വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് മൈക്രോ കൺട്രോൾ ബേസ്ഡ് സൈൻ വേവ് UPS ഇൻവെർട്ടറാണ് വിത്ത് ചാർജർ. നിങ്ങൾക്ക് ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഓടിച്ചു പോകാം. ഇതിൻ്റെ ഫീച്ചേഴ്സാണ് ഇവിടെ കാണുന്നത്. LCD ഡിസ്പ്ലേയിൽ വരുന്ന ഫീച്ചേഴ്സാണ്. ഇത് LCDയും LEDയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ കാണാം. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും ഉണ്ട്. അടുത്തായിട്ട് വരുന്നത് സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ 12 വോൾട്ട് മാക്സിമം 48 വോൾട്ട് DC ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നതെങ്കിലും ഇപ്പോൾ മൾട്ടി വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. മെയിൻസ് വോൾട്ടേജ് അതേപോലെ നമുക്കിപ്പോൾ 250 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്പെസിഫിക്കേഷൻ്റെ ഹൈലൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കിതിൻ്റെ സ്കീമാറ്റിക് സർക്യൂട്ട് ഡയഗ്രാമാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് മൈക്രോ കൺട്രോളറാണ് ഈ ഭാഗത്ത് കാണുന്നത്. അതേപോലെ ഇതിൽ വരുന്ന സെക്ഷനുകളെല്ലാം കാണാവുന്നതാണ്. ഈ ഒരു സർക്യൂട്ടിൽ നിന്നും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ അടുത്തായിട്ട് വരുന്നത് മൈക്രോ കൺട്രോളറിൽ വരുന്ന പിന്നുകളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫങ്ഷണൽ ഡിസ്ക്രിപ്ഷനാണ് അടുത്ത കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ പിന്ന് റെസ്റ്റ് പിൻ ഓഫ് മൈക്രോ കൺട്രോളർ, രണ്ടാമത്തത് AC പിൻ ഓഫ് AC ഇൻപുട്ട്. അങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ ഒരു സെക്ഷനായിട്ട് നോക്കുമ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മൈക്രോ കൺട്രോളറിൻ്റെ പിൻ ബേസ് ചെയ്തിട്ട് വരും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളുടെ ബസർ 11ാമത്തെ പിന്നിൽ നിന്നാണ് ബസറിൻ്റെ ലൈൻ പോകുന്നത്. അത് 547 ട്രാൻസിസ്റ്റർ വഴിയാണ് ഫങ്ഷൻ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ 21, 22 പിന്നാണ് LED LCDയിലോട്ടുള്ള ഡാറ്റ പോകുന്നത്. 23, 24, 25, 26 മോസ്ഫെറ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ഡാറ്റ പോകുന്നത്. ഇനി വരുന്നത് ഇതിൻ്റെ സെൻസിങ്ങും കാര്യങ്ങളാണ്. AC മെയിൻ സെൻസിങ്, ബാറ്ററി സെൻസിങ്, അടുത്തായിട്ട് LCD കൺട്രോളിനെ കുറിച്ചും അതേപോലെ മോസ്ഫെറ്റ് ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ളതാണ്. ഇപ്പോൾ കാണുന്നത് മൈക്രോ കൺട്രോളിൽ നിന്നും LCDയിലോട്ട് പോകുന്ന ട്രാക്കും കാര്യങ്ങളുമാണ്. ആദ്യത്തെ സീരീസിൽ ഇറങ്ങിയതെല്ലാം മോസ്ഫെറ്റ് ഡ്രൈവ് ചെയ്യുന്നത് ട്രാൻസിസ്റ്ററുകൾ വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ ICകളാണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അസംബിൾ ചെയ്യാനും അതേപോലെ കംപ്ലൈൻറ്റ് ഡിറ്റക്ട് ചെയ്യാനും പറ്റുന്നതാണ്.
പിന്നെ ഇവിടെ വേവ്സ് ഓഫ് ദി സിസ്റ്റം ഫ്രം ദ യൂസർ സൈഡ്. നമുക്കിത് വന്നിട്ട് ഇപ്പോൾ ഒത്തിരി നാളായെങ്കിലും ഇവിടെ പരീക്ഷ വിജയിച്ച ഒരു പ്രോഗ്രാമും ടെക്നോളജി ആയതുകൊണ്ട് നല്ലൊരു റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വാണിംഗ് തന്നിട്ടുണ്ട്. LCD പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് കണക്ഷൻ ഒരു കാരണവശാലും ക്യാബിനറ്റായിട്ട് കണക്റ്റ് ആകരുത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ LCDയുടെ പിന്നുകളോ അല്ലെങ്കിൽ അതിൻ്റെ ബോർഡുകളോ ക്യാബിനറ്റിൽ എവിടെയെങ്കിലും അതായത് ഗ്രൗണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ഡയറക്റ്റ് ബോഡിയിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ എർത്ത് കൊടുക്കുമ്പോൾ അതെല്ലാം ക്ലാഷ് ആവുന്നതാണ്. സ്വിച്ച് ഫംഗ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. UPS ഇൻവെർട്ടർ സെലക്ഷൻ സ്വിച്ച്, അതേപോലെ ഓൺ ഓഫ് ഫംഗ്ഷൻ അപ്പ് ഡൗൺ, ഇത് രണ്ടുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സെലക്ഷനായിട്ട് ഓട്ടോമോട്ടീവ് ഉണ്ട്, ട്യൂബുലർ ഉണ്ട്. ഇപ്പോൾ ഓട്ടോമോട്ടീവ് ഔട്ട് ആയതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ഈ കാലത്തില്ല. ഇതിന് പകരം നമുക്കിപ്പോൾ ട്യൂബുലർ അതല്ല എന്നുണ്ടെങ്കിൽ ലീഥിയം ബാറ്ററി, ആ ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളാണ് നമുക്കിനി അപ്ഡേറ്റ് ആകാനുള്ളത്. ഇപ്പോൾ ഈ കാണുന്നത് ബോർഡ് വെച്ച് ട്രാൻസ്ഫോമർ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രമാണ് ഈ കാണുന്നതാണ് ട്രാൻസ്ഫോമർ. ഇതിൽ നിന്നും 40 വോൾട്ടിൻ്റെ ഒരു ഓക്സിലറി സപ്ലൈയും കൂടി പോകുന്നുണ്ട്. പണ്ട് കാലങ്ങളിലാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഇപ്പോൾ അത് ഉപയോഗിക്കാറില്ല. ശരിക്കും അത് ഇതിൻ്റെ റിലേ ഫാസ്റ്റായിട്ട് ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഓക്സിലറി സപ്ലൈ കൊടുക്കുന്നത്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളൊക്കെ UPS സെക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഷട്ട് ഡൗൺ ആകാണ്ടിരിക്കാനുള്ള ഒരു സവിശേഷതയാണ് ഈ എക്സ്ട്രാ ഓക്സിലറി സപ്ലൈ കൊടുക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിന് അത് നിർബന്ധമല്ല. LCD സെറ്റ് ചെയ്തിരിക്കുന്ന ബോർഡിൻ്റെ ഒരു ചിത്രമാണ്. ഇപ്പോൾ ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ബോർഡ് വരുന്നത്. അപ്പോൾ ഇതിലോട്ടുള്ള കണക്ഷനും കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് രേഖാചിത്രമാണിത്. 40-15-16 പിന്നിൻ്റെ IC ഇട്ടിട്ടാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇത് LED-യുടെ ഒരു സർക്യൂട്ടാണ്. ഇപ്പോൾ LED വരുന്നത് 4094 എന്നൊരു IC ഇട്ടിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇത് ബോർഡിൽ നിന്നും LED-യിലോട്ട് കൊടുത്തിരിക്കുന്ന കണക്ഷൻസ് ആണ്. അതേപോലെ അതിൽ വരുന്ന ഇൻഡിക്കേറ്ററിൻ്റെ മെൻഷൻ ചെയ്യുന്ന പേരുകളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് തിയറിറ്റിക്കലി ബുക്ക്ലെറ്റ് വഴി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ അവതരിപ്പിക്കുന്ന ഓരോ ഭാഗങ്ങളുടെയും സെക്ഷനായിട്ട് തിരിച്ചിട്ടുള്ള ചാർട്ടാണിത്. ഇപ്പോൾ ചാർട്ട് ഓഫ് പ്യുവർ സൈൻ വേവ് UPS ഇൻവെർട്ടർ ഡയഗ്രാം. ഈ വരച്ചിരിക്കുന്ന ചാർട്ട് ഈ സെയിം ബോർഡിന്റെ ഭാഗങ്ങളാണ് ഈ തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സൈഡ് HT സെക്ഷൻ 1 250 വോൾട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അത് ഈ റിലേ സ്വിച്ച് വരുന്ന കുറച്ച് ഭാഗമാണ് ഫസ്റ്റ് സെക്ഷൻ. അതിൻ്റെ താഴത്തെ AC മെയിൻ സെൻസ് ചെയ്യുന്ന ഒരു സെക്ഷനും കൂടി ഉണ്ട്. അതാണ് HT സെക്ഷൻ 250 വോൾട്ട്. ഇവിടെ AC സെൻസ് ചെയ്യുന്നത് എല്ലാം 3 to 4 എന്ന IC ഉപയോഗിച്ചിട്ടാണ്. ഇനി അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് പ്രോഗ്രാം സെക്ഷനാണ്. ഇപ്പോൾ ഈ പ്രോഗ്രാം സെക്ഷനിൽ ഈ ഭാഗത്തെ റെഗുലേറ്റർ IC വരുന്നുണ്ട്. അതായത് 12 വോൾട്ടിൽ നിന്ന് 5 വോൾട്ടിലോട്ടാക്കാൻ. നമ്മുടെ ഈ മൈക്രോ കൺട്രോളർ പ്രവർത്തിക്കുന്നത് 5 വോൾട്ടിലാണ്. അതേപോലെ LCD അങ്ങനെ ഇത്രയും ഭാഗത്ത് വരുന്ന കുറച്ച് ഭാഗങ്ങൾ 5 വോൾട്ടിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവിടെ 12 വോൾട്ടിൽ നിന്ന് 5 വോൾട്ട് ആക്കിയിരിക്കുന്നത്. അതാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത്രയും ഭാഗത്താണ് 5 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന സർക്യൂട്ടുകൾ ഇരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇവിടെ വരുന്നത് മൈക്രോ കൺട്രോളർ ആണ്. അത് 30F2010 അതാണ് ഇവിടെ ഈ കാണുന്നത്. ഈ ഭാഗത്ത് വരുന്നത് സ്വിച്ച് കണക്ഷൻസ് ആണ്. സ്വിച്ച് കണക്ഷൻ ഇൻവെർട്ടർ ഉണ്ട്, UPS ഉണ്ട്, അതുപോലെ സെറ്റപ്പ് ഉണ്ട്. അതിവിടെ നമ്മളൊരു 5 പിൻ ഇട്ടിട്ടുണ്ട്. 4 പിൻ ആയാലും മതി. 3 കണക്ഷനും ഒരു ഗ്രൗണ്ടുമാണ് വരുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് SLR എന്ന് എഴുതിയിരിക്കുന്ന ഇവിടെ കാണുന്ന ഒരു 2 പിന്നാണ്. ഈ 2 പിന്ന് സോളാർ സ്വിച്ച് കണക്ട് ചെയ്യാനുള്ളതാണ്. അതായത് സോളാറിൽ നിന്നുള്ള ചാർജ് വരുമ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോളാർ ചാർജ് ഡിസ്പ്ലേയിൽ വരികയും മെയിൻസിൽ നിന്ന് വരുന്ന സെക്ഷൻ കട്ടാകുകയും ചെയ്യുന്നു. അതായത് ഗ്രിഡ് കട്ടാവുന്നു. പിന്നെ അടുത്തത് ഈ മൈക്രോ കൺട്രോളറിന്റെ തൊട്ട് ഇവിടെ വരുന്ന ഭാഗമാണ് ഇത്. LCD 6 പിന്നാണ്. അത് കഴിഞ്ഞ് അതിന്റെ തൊട്ട് ഇപ്പുറത്ത് വരുന്ന ഒരു ചെറിയ ഭാഗമാണ് ബസർ. അതാണ് ഈ കാണുന്നത് ബസർ. BC 547 ട്രാൻസിസ്റ്റർ വഴിയാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത്. അത് മൈക്രോ കൺട്രോളറിൽ നിന്നും വരുന്ന പിന്നിൽ നിന്ന് വരുന്ന ഡാറ്റയാണ് ഇതിലോട്ട് കയറുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഭാഗമുണ്ട്. ഈ കാണുന്നതാണിത്. ബാറ്ററി സെലക്ഷൻ റെസിസ്റ്റർ ആണിത്. അപ്പോൾ നമുക്ക് എത്ര ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സർക്യൂട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് അനുസരിച്ച് ഈ വരുന്ന റെസിസ്റ്ററിൽ മാറ്റം വരുന്നത്. അപ്പോൾ ഇവിടെ 12 വോൾട്ടാണ്. ഈ 12 വോൾട്ടിൽ നിന്ന് നമുക്ക് ഇപ്പുറത്തോട്ട് കിട്ടേണ്ട റെസിസ്റ്റർ ആണിത്. അതേപോലെ 24 36 48 അങ്ങനെ അങ്ങോട്ട് മുകളിലോട്ട് പോകുന്ന സെക്ഷനിലേക്ക് ഈ റെസിസ്റ്ററിലാണ് മാറ്റം വരുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇത്രയും
ഭാഗമാണ്. അതാണ് മോസ്ഫെറ്റ് ഡ്രൈവ് സെക്ഷൻ. അപ്പോൾ മോസ്ഫെറ്റ് ഡ്രൈവ് സെക്ഷൻ ഡ്രൈവ് എ ഉണ്ട്, ഡ്രൈവ് ബി ഉണ്ട്. ഡ്രൈവ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ FAN 7293 എന്ന് പറയുന്ന ഒരു IC വെച്ചിട്ടാണ് ഈ 12 വോൾട്ട് മോസ്ഫെറ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് വരുന്നത് ഡ്രൈവ് എയും ഈ ഭാഗത്ത് വരുന്നത് ഡ്രൈവ് ബിയും. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാം. ഇനി അതിന്റെ താഴ്ഭാഗത്ത് ഈ അറ്റത്ത് കാണുന്നത് ഈ കുറച്ച് ഭാഗമുള്ളതാണ് കൂളിംഗ് ഫാൻ സെക്ഷൻ. അതിൽ വരുന്നത് 337 എന്ന ട്രാൻസിസ്റ്റർ വഴിയാണ് ഈ ഫാൻ സ്വിച്ചിങ് ചെയ്യുന്നത്. ഇതിനുള്ള ഡാറ്റ വരുന്നത് മൈക്രോ കൺട്രോളറിൽ നിന്നാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഭാഗം കൂടിയുണ്ട്, അതാണ് ഈ കാണുന്നത് ഷോർട്ട് സർക്യൂട്ട് സെൻസിങ്. LM311 ആണ് ഇവിടുത്തെ IC വരുന്നത്. ഇനി നമുക്ക് ഈ ഡ്രൈവ് സെക്ഷൻ തന്നെ 4 ചാനലുകളായിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു ചെറിയ സ്ക്വയറിലുള്ളതാണ് ചാനൽ 1, ചാനൽ 2. പിന്നെ ഇവിടെ ഒരു വലിയ സ്ക്വയറിൽ വരുന്നത് നമുക്കത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ 3, ചാനൽ 4. അതാണ് ഈ കാണുന്നത് ചാനൽ 1, ചാനൽ 2, ചാനൽ 3, ചാനൽ 4. 4 ചാനൽ വഴിയാണ് നമ്മുടെ ഈ മോസ്ഫെറ്റ് ഡ്രൈവ് ചെയ്യിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇതിന്റെ ഈ സെൻട്രൽ സെക്ഷൻ ആണ്, അതായത് ഫിൽട്ടറിംഗ് സെക്ഷൻ ആണ്. നമുക്കിവിടെ 12 വോൾട്ട് കൊടുക്കുമ്പോൾ ആ 12 വോൾട്ടിൽ വരുന്ന 4 കപ്പാസിറ്ററുകളാണ് ഇവിടെ ഫിൽട്ടർ ചെയ്യുന്നത്. അതായത് ഈ മോസ്ഫെറ്റിലോട്ട് വരുന്ന കറണ്ട് സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 4 കപ്പാസിറ്ററുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. 4735 വോൾട്ടോ 25 വോൾട്ടോ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് 2235 വോൾട്ട് ഇടാം. തിയറിറ്റിക്കലി അതൊരു 4725 വോൾട്ട് മതി. അപ്പോൾ അതാണ് ഈ കാണുന്നത് ഫിൽട്ടർ കപ്പാസിറ്റർ 1, 2, 3, 4. ഇനി ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ചെറിയൊരു കപ്പാസിറ്റർ ഉണ്ട്. ആ ഒരു കപ്പാസിറ്റർ നോയിസ് ഫിൽട്ടർ കപ്പാസിറ്റർ ആണ്. അതായത് ഈ കാണുന്ന 4 കപ്പാസിറ്റർ ഫിൽട്ടർ ചെയ്ത ശേഷം അതിലുണ്ടാകുന്ന നോയിസ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റർ ആണിത്. ഈ കപ്പാസിറ്റർ ഇല്ലെങ്കിലും ഇത് ഫംഗ്ഷൻ ചെയ്തോളും. എന്നാലും ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കപ്പാസിറ്റർ ഇടുന്നത്. നിങ്ങൾ ഈ ബോർഡ് കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും മോസ്ഫെറ്റ് ഒന്നും ഇടാത്ത ഒരു രീതിയിൽ, അതായത് ഈ ബോർഡ് ജസ്റ്റ് അസംബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി മോസ്ഫെറ്റ് ഹീറ്റ് സിങ്ക് മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. അതിനുശേഷം IC-കളൊക്കെ ഇട്ട് ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ മോസ്ഫെറ്റിൽ പിടിപ്പിക്കേണ്ട NTC സെൻസർ ഈ റെഗുലേറ്റർ IC-യിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യുന്ന അവസരത്തിൽ ഇത് എന്നിട്ട് ഷോർട്ട് ആകാതിരിക്കാനാണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെഗുലേറ്റർ IC വർക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഹീറ്റ് ഡിസ്പ്ലേയിൽ കാണുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചാർട്ടിൽ കാണിച്ചിരുന്ന എല്ലാ സെക്ഷനുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി പാർട്ട് 1 ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയ റിപ്പയറിംഗ് സെക്ഷൻ്റെ ആദ്യത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ഭാഗത്തിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.